പിന്നെ അപ്പുറത്തെ ഒരു CBI ഒരു പോലീസ് ഓഫീസറൊക്കെ നമുക്കറിയാം. അത് അന്ന് ശരിക്കും ഈ സുഹൃത്തുക്കളെ വെച്ച് ചെയ്യായിരുന്നെങ്കിൽ അത് ചെയ്യാനായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ പിന്നീട് അത് അതേപോലെ അജിത്തിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റാർ വേണമെന്ന് പറഞ്ഞിട്ടാണ് നാഗാർജുനയായിരുന്നു അന്ന് ആലോചിച്ചിരുന്നത്. അപ്പോൾ നാഗാർജുനയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, നാഗാർജുനയ്ക്ക് തമിഴിൽ ഈ പറയുന്ന ആ ഒരു റോള് ചെയ്യുന്നു. ഇതിൻ്റെ റീമേക്ക് തെലുങ്കിൽ ചെയ്യുമ്പോൾ അതിൽ അജിത്ത് ചെയ്ത ആ ഒരു ഹീറോ വേഷം അവിടെ ചെയ്യുക. അപ്പോൾ നാഗാർജുനയ്ക്ക് 2 റോളും ചെയ്യണം. ഇപ്പുറത്തെ ആ ഒരു ഈ ക്യാരക്ടറും അപ്പുറത്തെ മെയിൻ ക്യാരക്ടർ, അങ്ങനെ രണ്ടും ചെയ്യണം എന്നായിരുന്നു നാഗാർജുനയുടെ ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ക്ലാഷും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നാഗാർജുന മാറേണ്ടി വന്നു. അങ്ങനെയാണ് അർജുൻ വരുന്നത്. പിന്നെ അർജുൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊരു വേറൊരു തരത്തിലായി ആ ഒരു ക്യാരക്ടറൊക്കെ. പിന്നെ നമുക്കറിയാം ആ ഒരു സിനിമ അതുവരെ കണ്ട ടൈപ്പ് ഓഫ് സിനിമകളല്ല, അതുവരെ കണ്ട ഒരു അജിത് സിനിമയേ അല്ല. അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു എന്താ പറയുക, ഒരു വെങ്കടപ്രഭു സിനിമ തന്നെയാണ്. ഇന്നും ഒരു വെങ്കടപ്രഭു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു ടോപ്പ് ഇതിലുണ്ടാവുന്ന ഒരു സിനിമ തന്നെ മങ്കാത തന്നെയായിരിക്കും. കാരണം അതുവരെ ഒരു ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്ത സംവിധായകൻ ഒരു സ്റ്റാറിന് കിട്ടി അത് കുളമാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അത് പറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു സിനിമ.